അപ്പോൾ നമുക്ക് കാസർഗോട്ടേക്കാണ് പോകേണ്ടത്. കാസർഗോഡും ദേശീയപാതയിൽ വിള്ളൽ കണ്ടു. ഇന്നലെ സർവീസ് റോഡ് ഇടിഞ്ഞ മാവുങ്കാൽ ഭാഗത്താണ് വിള്ളലുണ്ടായത്. മാവുങ്കാലിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്താണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്? വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവുങ്കാൽ ഭാഗത്താണ്. NH66 കാഞ്ഞങ്ങാടിനും കാസർഗോഡിനും ഇടയിലുള്ള മാവുങ്കാൽ ഭാഗത്താണ്. ഞാനിപ്പോൾ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. നല്ല മഴയുണ്ട്, നല്ല അതിശക്തമായ കാറ്റുമുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് ആ റോഡിൻ്റെ NH66 ഈ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക്, അതായത് കാസർഗോഡ് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ പാതയിലാണിപ്പോൾ വിള്ളൽ. ഏകദേശം നടുഭാഗത്ത്, ഈ റോഡിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. 20 മീറ്ററിലധികം നീളത്തിൽ ഈ വിള്ളലുണ്ട് എന്നതാണ് വസ്തുത. ഇന്നലെ സർവീസ് റോഡ്, ഈ പ്രദേശത്ത് സർവീസ് റോഡ് ഇടിഞ്ഞിരുന്നു. അതിന് തൊട്ട് പുറകിലായിട്ടാണ് ഇപ്പോൾ ഈ വിള്ളലും കണ്ടെത്തിയിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളിലാണ് വിള്ളലുള്ളത്. ഒന്ന്, ഞാനിപ്പോൾ നിൽക്കുന്ന മാവുങ്കല്ല് ഈ പ്രദേശത്തുണ്ട്. ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിൻ്റെ മുൻവശത്താണ് ഈ ഒരു വിള്ളലുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് ഇപ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. റോഡ് അവിടെ തുറന്നു കൊടുത്തിട്ടില്ല ദേശീയപാത അതോറിറ്റി. അവിടെയാണ് ഒരു വിള്ളലുള്ളത്. അതും വലിയ രീതിയിലൊരു 30 മീറ്റർ 40 മീറ്ററോളം നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഉയരുന്നൊരു ആരോപണം ഈ പ്രദേശത്ത് ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ്. നേരത്തെ തന്നെ ഈ മേഗാ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. കമ്പനിക്ക് നിരവധി തവണ പരാതി കൊടുത്തു, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ പ്രദേശങ്ങളിൽ വന്ന് പരിശോധന നടത്തിയതാണ്. ഇന്നലെ ഈ സർവീസ് റോഡ് ഇടിഞ്ഞ സമയത്താണ് ഇവിടെ ഈ വിള്ളൽ ഇന്നലെ തന്നെ രൂപപ്പെട്ടതാണ്. ഇന്നലെ ജില്ലാ കളക്ടർ വന്ന് സന്ദർശിച്ചിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല എന്നതാണ്. പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ഈ കരാർ കമ്പനികൾ ചെയ്യുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം വരുന്നത്. എന്തായാലും വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങൾ വേഗതയിൽ പോകുന്ന ഒരു പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം പതിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഈ ചെറുവത്തൂർ, വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായി കുന്ന്, ഈ ചട്ടഞ്ചാൽ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുകയാണ്. ജനങ്ങളൊക്കെ തന്നെ ആശങ്കയിലാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.